പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായിട്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവാത്മാവിൽ ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതിനാധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ താങ്ങാൻ ആരുമില്ല, എൻ്റെ വിഷയം കേൾക്കാൻ ആരുമില്ല, എൻ്റെ വിഷയത്തിനൊരു പരിഹാരം പറഞ്ഞു തരാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ വാക്കുകളാൽ പുലമ്പുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മോട് ആലോചന അറിയിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ പറയുന്നു, നീ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്തുമായിക്കോട്ടെ, കർത്താവ് പറയുന്നത് നീ ഭയപ്പെടേണ്ട. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയം കൊണ്ട് പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഭയം കൊണ്ട് പലവിധമാകുന്ന ഭയങ്ങൾ നിങ്ങൾ ഒന്ന് പുറമോട്ടിറങ്ങി ചിന്തിച്ചു നോക്കിയാൽ മതി. പലവിധമാകുന്ന ഭയങ്ങളാൽ പലപ്പോഴും നമ്മളെ അലട്ടുന്ന സാഹചര്യങ്ങൾ. അവിടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാരുമല്ല നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ചാർച്ചക്കാരോ ഒന്നുമല്ല നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നത്. അവരൊക്കെ കാലുമാറും, അവരൊക്കെ വാക്കുമാറും. എന്നാൽ യേശുക്രിസ്തു വാക്കുമാറുന്ന ദൈവമല്ല കേട്ടോ. നമ്മോട് കൂടെ നിൽക്കാമെന്ന് പറയുന്നു എങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെ നമ്മൾ എന്തിനാ വേദനപ്പെടുന്നത്? അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, പേടിച്ച് നോക്കേണ്ട എന്ന്. പലപ്പോഴും നമുക്ക് പേടി ഭ്രമിച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കർത്താവ് പറയുന്നത്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ദൈവമാണ്, നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. മനുഷ്യരാരും നമ്മളെ സഹായിക്കും, നമ്മുടെ ബന്ധുമിത്രാദികളാരും നമ്മളെ സഹായിക്കത്തില്ല. ഇന്ന് കൂടെ നിൽക്കാമെന്ന് പറയുന്നവരൊന്നും നാളെ കാണത്തില്ല. ചില സാഹചര്യം വരുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ലെന്നേ, ആരും നമ്മളെ സഹായിക്കില്ലെന്നേ, ആരും നമ്മളെ കരുതത്തില്ലെന്നേ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നിന്റെ കൂടെ നിൽക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. കർത്താവ് നമ്മെ താങ്ങും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നേ. പിന്നെ പറയുക, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. പലപ്പോഴും ബലം ക്ഷയിച്ച് തളർന്നു പോകുമെന്ന്, ക്ഷീണിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന വേളകളിൽ അല്ല നമ്മൾ പറയാറില്ല, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ, മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്നൊന്ന് പോയാൽ മതി, ഈ ജനത്തിൻ്റെ നടുവിൽ നിന്നൊന്ന് പോയാൽ മതി, ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞ് ക്ഷീണിതരായിത്തീരുന്ന ഒരു സാഹചര്യമുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ശക്തീകരിക്കുവാനിടയായിത്തീരും. മാത്രമല്ല, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ അതാ പറഞ്ഞത്, നമ്മളെ ആരും സഹായിക്കാനില്ലെങ്കിലും നമ്മുടെ അപ്പൻ നമ്മെ സഹായിക്കുമെന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സഹായിക്കും. ആ കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? അതിന് മറ്റാരും കൂടെ നിൽക്കണമെന്നില്ലെന്നേ.
മറ്റാരും കൂടെ നിൽക്കണമെന്നില്ല. നിങ്ങൾ തന്നെ ഹൃദയനുറുക്കത്തോട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അപ്പാ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം തരണം, എൻ്റെ വിഷയത്തിന് നീ അവിടുന്ന് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തണം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഹൃദയനുറുക്കത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ദൈവം പ്രവർത്തിക്കും. പിന്നെ പറയുന്നു, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതിൽ പരം പിന്നെ നമുക്ക് എന്ത് വേണം പ്രിയമുള്ളവരെ? വചനം വ്യക്തമായി പറയുക, എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് നിന്നെ താങ്ങുമെന്ന്. ആരും താങ്ങാനില്ലെങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ നീ ഭാരപ്പെടുന്നത്? മകനെ, മകളെ, മാതാപിതാക്കളെ, എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ താങ്ങുവാനിടയായിത്തീരും. താങ്ങുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിശ്ചയമായും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ആവർത്തന 31 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. ആമേൻ. അവരെ പേടിക്കരുത്. ആരെ? ശത്രുവിനെ പേടിക്കരുതാ, ഭ്രമിക്കരുത്, പേടിച്ച് വ്യാകുലപ്പെട്ടു പോകരുതാ. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അപ്പോൾ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.